തുടർച്ചയായി CPIM ജയിക്കുന്നത് മൂലം പൊന്നാനി പാർട്ടി ഗ്രാമമാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്ന് പൊന്നാനി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി പറഞ്ഞു. പൊന്നാനി പൈതൃകമായും സാംസ്കാരികമായും ജനാധിപത്യത്തിന്റെ ജീവവായു ഏറെയുള്ള മണ്ണാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിവിടെ ഒരു സാമാജികനായി തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ഇവിടെ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും അവസര സമത്വവും തുല്യനീതിയും ഉണ്ടാകുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു സംസ്കാരത്തെ പൊന്നാനിയിലെ കൂട്ടായിട്ട് നിങ്ങളും ഞാനും നമുക്ക് ഒരുമിച്ച് അടയാളപ്പെടുത്താൻ സാധിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം പൊന്നാനി എന്ന സ്ഥലം അതൊരു പ്രാമാണികത്വവും പൗരാണികതയും സംസ്കാരവും ചരിത്രവും പൈതൃകവും ഒക്കെ ഇഴചേർന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് MTയും അക്കിത്തവും നാരപ്പാട്ട് നാരായണ മേനോനും എടശ്ശേരിയും ഉറൂബും ബാലാമണിയമ്മയും കമലാസുരയും തൊട്ടൊരു നീണ്ട സാഹിത്യ സാംസ്കാരിക പ്രതിഭകളൊക്കെ ജനിച്ചത്. ജനാധിപത്യത്തിന്റെ വലിയ ശുദ്ധവായു പ്രവഹിക്കുന്ന ഒരു ഇടമാണിത്. ഇതേതെങ്കിലും പാർട്ടിയുടെ ഒരു ഗ്രാമമല്ല. തുടർച്ചയായിട്ട് ജയിച്ചു പോകാൻ പാകത്തിൽ ഇതാർക്കും തീരെഴുതി കൊടുത്തൊരു മണ്ണല്ല. അതുകൊണ്ട് ഞങ്ങൾ ആരെയും നിർത്തും, എങ്ങനെയും ആകാം എന്നൊരു അഹന്തയ്ക്ക് ഇടമില്ലാത്തൊരു മണ്ണാണിത്. തീർച്ചയായിട്ടും അങ്ങനെ തെളിയിക്കുന്ന പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള പോക്കും വരുന്ന ആളുകളിൽ നമുക്ക് ഏവർക്കും ഒത്തൊരുമിച്ച് കാഴ്ചവെക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. 2 പതിറ്റാണ്ടിനു ശേഷം പൊന്നാനിയുടെ മുഖം മിനുക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇക്കുറി UDF പൊന്നാനിയിൽ തിളക്കമാർന്ന വിജയം നേടുമെന്നും നൌഷാദ് അലി വ്യക്തമാക്കി. ചെയ്യാതെ അഹങ്കാരത്തോടെ പെരുമാറിപ്പോകുന്ന മുന്നണികൾക്കും രാഷ്ട്രീയത്തിനുമുള്ള തിരിച്ചടിക്കുള്ള ഈ വലിയൊരു അവസരത്തെ നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നമുക്ക് നാളുകളിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ബൂത്ത് തലത്തിൽ വളരെ കൃത്യമായ ഏകോപനവും പ്രവർത്തനവും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം 2 പതിറ്റാണ്ടിന് ശേഷം പൊന്നാനി അതിൻ്റെ മുഖം മിനുക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ആ വലിയ ദൗത്യത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്ന ഒരു പ്രത്യാശ മാത്രം ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് വോട്ടുകൾ ചെയ്യണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളേവരോടും അഭ്യർത്ഥിക്കുന്നു. മാറഞ്ചേരിയിൽ സംഘടിപ്പിച്ച UDF പഞ്ചായത്ത് തല കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു നൌഷാദ് അലി. MV ശ്രീധരൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സീക്കോ ഉമ്മർ അധ്യക്ഷനായി. ഷംസു കല്ലാട്ടേൽ, AK അലി, മുസ്തഫ വടമുക്ക, ശ്രീജിത്ത് മാറഞ്ചേരി, മുനീർ മാറഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. പേയ്മെന്റ് എന്നും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. വരാൻ പോകുന്നത് കൊടും ചൂടാണ്, നോമ്പാണ്. ഏതൊരു സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കീം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പേയ്മെന്റിൽ നിന്ന് 10,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീനാണ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ്, ഒരു 14,000 രൂപയുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1,400 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ഇനി ഒരു 30,000 രൂപയുടെ AC ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 3,000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 25,000 രൂപയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടതെങ്കിൽ 2,500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 10,000 രൂപയുടെ ഈ TV ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1,000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 15,000 രൂപയുടെ ഇൻവെർട്ടർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1,500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ലൈഫ് ടൈം വാറന്റിയുള്ള ചിമ്മിണിയും ഹോബും 10 മാസത്തെ സ്കീമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10,000 രൂപയുടെ നല്ല വാട്ടർ പ്യൂരിഫയറും അവൈലബിൾ ആണ്. 1,000 രൂപ വെച്ച് 10 മാസം കൊണ്ട് നല്ല വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ BLDC ഫാനുകൾ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ സ്കീമിൽ അവൈലബിൾ ആണ്. ഇതൊരു സുവർണാവസരമാണ്. മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. Baymand, making it easy. Valanjeri. Phone 9526 001 003.